എന്താണ് നീ ഇത്ര താമസിച്ചത്? കപ്പലിന്റെ മുട്ടായിക്കല്ല നീ വിളിച്ചു പറഞ്ഞത്. എന്റെ ഈ സ്ഥാനമില്ലായിരുന്നു. പിന്നെ ഇത് സംഘടിപ്പിക്കാൻ കുറേ പാടുപെട്ടു. താങ്ക്സ് ഡാ. നിനക്കിടെ ഇത്തിരി കൂടുന്നുണ്ട്. പോടാ. എടി നിനക്ക് സാധനം വേണമെങ്കിൽ ഇനി എന്നെ വിളിച്ചാ മതി. ഓ മക്കള് ചെല്ല്. ശശാങ്കനാണ്. സാറവിടെ? ചേട്ടൻ മുകളിലാ. ചേച്ചിയോ? ചേച്ചി മുകളിലാ. ഇതെന്താ കയ്യില്? കുറച്ച് ഫാഷൻ ഫ്രൂട്ട്സാ. ഓ ഫ്രൂട്ട്സിലുണ്ടോ ഫാഷൻ ഒക്കെ? എന്തായാലും ഇവിടെ വേണ്ട. അതെന്താ അനസൂയേ? ഇനി ഞങ്ങള് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിച്ചത് വീട്ടുപണി എടുപ്പിച്ചു എന്നൊക്കെ പറയാനല്ലേ? ഏയ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല. അനസൂയ പോയി സാറിനൊന്ന് വിളിച്ച് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അത്യാവശ്യ കാര്യം പറയാനാണോ? എന്നാ ഞാൻ വിളിക്കാം. സാറേ ചേച്ചി ഓടി വായോ. എന്താ അനസൂയ ഒരു ഒച്ചയും ബഹളവും? ഇവളെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ച് ഇവളെ ഓളി ഒന്ന് കുറപ്പിക്കും. സത്യം. എന്താ ശശാങ്ക? സാറിനെ പലതവണ മൊബൈലിൽ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഹുസൈൻ സാഹിബ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു. ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന്. എന്താടാ നീ എവിടെ പോകുന്നു? നിങ്ങൾ എവിടെ പോകുന്നു? അവിടെ ഞാനും. ഞങ്ങൾ ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ പോവല്ലോ, ഒരു അത്യാവശ്യത്തിന് പോവാ. ആഹാരം വേണ്ട, പുറം ലോകം ഒന്ന് ചുറ്റി കറങ്ങി വരണ്ടാന്ന് പറഞ്ഞില്ലേ? ചവിട്ടി കുടിക്കണേ. പറഞ്ഞ മനസ്സിലായി കാണിച്ചു തരാം. അവന്റെ ഒരു കിട്ടോടാ. ഹലോ, അവരിവിടുന്ന് തിരിച്ചു ആണോ? ഓക്കെ. എനിക്കറിയാം നിങ്ങൾ മൈക്കിളിനെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്ന്. ഈ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിങ്സ് ആണ്. അവൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. അവൻ ഈ കോളേജിനെ കിടിലം കൊള്ളിക്കും. അവൻ എന്റെയും കൂടി ഫ്രണ്ടാണ് മക്കളെ. എന്താ കുട്ടികളെ ഇത്? മൈക്കിളിനെ കണ്ടെത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. നിങ്ങൾ സമാധാനപ്പെടും. മൈക്കിൾ മോനെ കുറിച്ച് വിവരമില്ലതുണ്ടോ മക്കളെ? അത് തന്നെയാ ബഷീർക്ക ഞങ്ങള് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഒരു വിവരവും ബഷീർക്ക. വിഷമിക്കാതെ മക്കളെ, മൈക്കിൾ മോൻ വരും. ഡാൻസിൽ മാത്രമല്ല പെരുമാറ്റത്തിലും അവനെ ജയിക്കാൻ ആർക്കും കഴിയില്ല. അത്രയ്ക്ക് നല്ല സ്വഭാവമായ എന്റെ മൈക്കിൾ മോന്. അവനും ശത്രുക്കൾ ഉണ്ടാവുക എന്ന് വെച്ചാൽ